ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. നാശം. എഴുന്നേക്കടാ. നിന്റെ ഡ്രസ് നീ തന്നെ കഴുകിക്കോണം. എന്താ ഒരു ശബ്ദം കേട്ടത്? ഓ, നിങ്ങളൊരു മുതലിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. മോനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഞാനാ പറഞ്ഞത്. എനിക്ക് ഏത് നേരം ഈ തുണി ഒന്ന് കഴുകിക്കൊണ്ട് നടക്കാൻ പറ്റുമൊന്നുമില്ല. ഓരോരോ പണിയുണ്ടാക്കി കൊണ്ട് വന്നോളൂ. മോൻ കരയണ്ട. നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, നീ ഒരു മുതലല്ലേടാ. നാശം. നിങ്ങൾ അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ, ഇന്ന് തന്നെ ഈ മുതലിനെ ഇവിടുന്ന് മാറ്റിക്കൊള്ളണം. നിങ്ങൾക്ക് ഇവനുള്ളിടത്തോളം കാലം ഒരു വേലക്കാരിയുടെ ആവശ്യമുള്ളൂ, ഭാര്യയുടെ ആവശ്യമില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകും. ആ മാഷേ, ആ രാവിലെ. എന്താണ് വിഷമം? മാഷേ, വീട്ടിലെ കാര്യം ആകെ അവതാളത്തിലാണ്. വിഷ്ണുവിനെ അവൾ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല. അവനവിടെ ഉണ്ടെങ്കിൽ അവൾ ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അവനെ കുറച്ച് ദിവസം മാഷിൻ്റെ വീട്ടിൽ നിർത്തണം. ഇതാണോടാ വലിയ കാര്യം? എടാ, കുറച്ച് ദിവസം അല്ല, അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവൻ്റെ പേരെന്താണെന്നാ പറഞ്ഞേ? വിഷ്ണു. അതല്ല, നീ ഇഷ്ടം കൂടുമ്പോൾ വിളിക്കാറുള്ളൊരു പേര്. മുതല്. മുതല്, അത് കൊള്ളാലോ. അവനൊരു ഒന്നൊന്നര മുതലാ. ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കുമെന്ന് വിചാരിച്ചോടി നീ? ഈ കാരണം എൻ്റെ 9 വർഷം പോയത്. ഇനി ഞാൻ അവളെ കാണാൻ പോവാ. പോയിട്ട് വരടി പന്ന. അമ്മേ, അമ്മേ, എന്താ? വിശക്കുക. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയി കഴിക്കടാ.
നാശം, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വാടവിടെ. അമ്മേ നിന്നെ ഇന്ന് ശരിയാക്കും. അമ്മേ വിടമ്മേ. അവിടെ കിടക്കും. വിടുക, വിടുക എന്നെ, വിടുക. വിടാ, എന്നെ വിടാ. വിടന്നെ, വിട, വിട, വിട. ഈ രവി മോഹിച്ചതൊന്നും ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല. എന്നെയാണ് നീ എന്റെ അമ്മേനെ വിടറാ. അമ്മേ അമ്മേ എണീക്കമ്മേ. അമ്മേ അമ്മേ എണീക്കമ്മേ. അമ്മേ കരുവാ മാഷെ. വാ മോനെ. വാ. അച്ഛാ ഇത് അമ്മയ്ക്ക് കൊടുക്കണം. വേണ്ട മോനെ, അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവില്ല. എൻ്റെ കൂട്ടുകാരൻ മതം പറഞ്ഞ ഇത് അമ്മയ്ക്ക് കൊടുത്താൽ എന്നോട് അമ്മയ്ക്ക് ഇഷ്ടമാവും. എൻ്റെ അമ്മേനെ വിടറാ. നിന്റെ ഡ്രസ്സ് നീ തന്നെ കഴുകിക്കോണം. എനിക്ക് എല്ലാവരും തുണി കഴുകിക്കൊണ്ട് നടക്കാൻ പറ്റുമൊന്നുമില്ല. അവിടെ കിടക്കും. ഇന്ന് തന്നെ ഈ മുതലിൽ നിന്ന് മാറ്റിക്കൊള്ളണം. എന്തായി കാണിക്കുന്നേ? എന്തിനാ അവനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയത്? ഞാൻ എന്റെ മോനെ പോലെ നോക്കിക്കൊള്ളാം. ഇവനെ ആരും കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകുകയില്ല. മോളിക വന്നേ.
ഇനി ഞാൻ പറയുന്നത് മോള് സംയമനത്തോടുകൂടി കേൾക്കണം. മോളെ, നഗരം നിന്റെ ഭർത്താവല്ല. നിന്റെ ഭർത്താവ് അരുണാണ്. ഒരു IT ഉദ്യോഗസ്ഥനായിരുന്നു നിന്റെ ഭർത്താവ് അരുൺ. അതേ കമ്പനി തന്നെയായിരുന്നു നിനക്കും ജോലി. നിങ്ങൾ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹവും കഴിച്ചു. അങ്ങനെ കളിയും ചിരിയുമൊക്കെയായി നിങ്ങൾ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. ചായ പോലെ തന്നെ ഇത്രയും ഗ്ലാമറാണല്ലോ. മൂട്ടിന് മഞ്ഞൾ പറയാത്ത നീയൊക്കെയാണ് ഉണ്ടാക്കാൻ വരുന്നത്. കഴിച്ചതിന്റെ കാശ് വെച്ചിട്ട് പോടാ. എന്നാടി ചേട്ടൻ വാ, ചീള് പിള്ളേര് വാന്നേ. ഡേ ഒരു ചായ ഇങ്ങെടുത്ത്. നല്ല കടുപ്പത്തില്. അത് പ്രത്യേകിച്ച് പറയണോ? ആ പാകമൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ആരാന്ന് നോക്കട്ടെ. ആ, അരുൺ സാറോ? എൻ്റെ പൊന്നു മാഷെ, എത്ര നേരമായിട്ട് വിളിക്കുന്നു. എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. എന്നെ ഒന്ന് കൊണ്ടുവിടാവോ? സാറിങ് വന്നേ, കൊണ്ടുവിടുകയൊക്കെ ചെയ്യാം. സാറിങ് വാ. എന്താ? സാറിങ് വാ സാറേ. ഇത് അരുൺ സാറ്, എൻ്റെ ഫ്രണ്ടാ. സാറേ ഇരിക്കും സാറേ, മാറങ്ങോട്ട്. സാറേ ഇരിക്കും സാറേ. ഇങ്ങോട്ട് കയറിയിരിക്കും. കഴിക്കും സാറേ. വേണ്ട, സാറ് കഴിക്കുന്നേ. ഇത് കഴിക്കേ. ഒഴിക്കുന്നേ. ആ കുടിക്ക് സാറേ, കുടിക്ക്. ഇത് എന്തോന്നത്? ഞാൻ വന്നോണ്ടാണോ കഴിക്കാതെ? കഴിക്ക, എൻജോയ്. എന്നാ കഴിക്ക. സാറേ, മദ്യമാണ് എല്ലാത്തിനും നല്ലത്. സാററിയാവോ? കള്ളെന്ന് പറഞ്ഞാൽ അതങ്ങനെയാ സാറേ. സാറാള് സുന്ദരനാ. എന്ത് പണ്ടാരാ ഇനി പറയുന്നത്? സാധനം കുടിക്കും, ഒരു കവള് കുടിക്കാറ്. സാറിന് കുടിക്കാറ്. സാറ് ഒരു കവളം കുടിക്കാറെ. ഇനി ഞാൻ കുടിക്കും. സാറിൻ്റെ ജീവനാ. ഇനി എനിക്ക് ജീവനാ സാർ. സാറാള് കള്ളനാ.
സാറ് കള്ളനാ, കണ്ണനാ സാറ്. ശരിയാ, സാറ് കള്ളനാ. ഉഗ്രൻ. സാറ് സുന്ദര കുട്ടപ്പനല്ലേ? നമ്മുടെ സ്വന്തം ആളാ സാറ്, നമ്മുടെ സ്വന്തം ആള്. സാറ് കൂടെ ഉള്ളപ്പോ നമുക്ക് ഒന്നും പേടിക്കാനില്ല. അടിച്ച് പൊളിക്കണ പിള്ളേരെ, അടിച്ച് പൊളിക്കാൻ കൂടെ. എനിക്ക് വീട്ടിൽ പോകണം. വാ സാറേ, ഞാൻ വീട്ടിൽ വിടാം. രവി, ആ സാറോ? സാറെന്താ ഈ നേരത്ത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് ഓഫായിരുന്നു. ഓ, ഞങ്ങളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. വൈഫിന് എന്തോ ചുക്കപ്പം വേണമെന്ന് പറഞ്ഞു. ആ ചുക്കപ്പം ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നു. എടീ, അതാ വരണോ? വാ. ഇതെൻ്റെ വൈഫ്, ഇതെൻ്റെ ഫ്രണ്ടാണ്. ഹലോ. വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. നാളത്തേക്കൊന്ന്. ഓ അതിനെന്താ സാറേ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഓക്കെ. ഓയ് സാറേ. ആ ഗ്യാസ് ആണോ ചേട്ടാ? ഒന്ന് കണക്ട് ചെയ്തേക്കോ. ഓ അതിനെന്നാ, ഞാൻ വാ ചേട്ടാ. ഇങ്ങനെ ചേട്ടാ. ആ എന്തായാലും സാറേ. എടാ ചെറ്റേ, നീ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ടുപോരും. സാറേ എന്താ പ്രശ്നം? നിനക്കറിയാമോ ഇവൻ എന്താ ചെയ്തതെന്ന്? നിനക്ക് എന്തൊരു കുറവാടാ ഞാൻ വരുത്തിയേക്കണോന്ന് ആറി. നീ മേലാൽ എന്റെ കൺമുമ്പിൽ പോലും കട്ടേക്കരുത്.
നിനക്ക് എന്തിന്റെ കുറവാടാ ഞാൻ വരുത്തിയേക്കണോന്ന് ആറി. നീ മേലാൽ എന്റെ കൺമുമ്പിൽ പോലും കട്ടേക്കരുത്. എടാ തെറ്റേ, മോള് വാ. എന്നാ പറ്റി? പതുക്കെ നടക്കുന്നേ. ഈ പ്രായത്തിൽ എന്നെ കണ്ടില്ലേ? പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? വണ്ടി നിർത്തിക്കും. വേണുമാഷല്ലേ അത്? വണ്ടി നിർത്തിക്കേ. മാഷേ, ആ നകുല, നീ ആകെ ഒന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. പട്ടാളത്തിലല്ലേ? ഇപ്പൊ നീ ഒരു പട്ടാളക്കാരനായി. നിനക്ക് എത്ര ദിവസം ലീവുണ്ട്? 6 മാസം ഉള്ളൂ മാഷേ. മാഷേ, Breathe in, breathe out. Gauri. 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 Ah. Gauri. Breathe in. Breathe out. Breathe in. Breathe out. ഈ ഡോക്ടറെ നമുക്ക് കിട്ടിയത് തന്നെ ഭാഗ്യം. ഡോക്ടർ, Breathe in. Breathe out. പ്രാർത്ഥിക്കവാനാ പറഞ്ഞു. Breathe in. Ah. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Gauri. Eyes open. Ah. Ah. Stand up. Tell me, who is this? Arey. Who is this? Huh? Arey. Tell me, who is this? Arey. Yes. Ara. Tell me. Husband? മാഷേ. Yes. Wow. Gauri, please go inside.
അരുൺ മരിച്ചതോ അവൾക്കൊരു കുട്ടിയുള്ള കാര്യമോ ഗൗരിക്കറിയില്ല. ഗൗരി ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടം. ദാറ്റ്സ് അപ് ടു യു. ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് നീ ഹസ്ബൻഡാന്ന് പറയുന്ന വേണമെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തത്തിലായിരിക്കും. പിന്നെ ഒരു കാര്യം, ഗൗരി ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് അവളുടെ കുട്ടിയാണെന്ന് പറയാവുള്ളൂ. അതുവരെ അപ് ടു യു, നിങ്ങളുടെ ചോയ്സ്. കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടോ? നീയും കുഞ്ഞുങ്ങളെ? ഇല്ല. വാ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞേക്ക് ഓർമ്മയിട്ടല്ലോ. മാനസിക സംഘർഷമുള്ള ഒരു കാര്യവും ഉണ്ടാവരുത്, പ്രത്യേകിച്ച് നിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മരുന്നുകളൊന്നും മുടങ്ങരുത്. ആ ഗൗരി ഒന്ന് വിളിച്ചേ. ആ ഗൗരി, നിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇന്ന് മുതലേ പുതിയൊരു ജീവിതം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. പിന്നെ പോയി ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ. ശരി ഡോക്ടർ. ഈ സൈനബാരാ? ഞാനാ സാറേ. ഇവിടെ എന്താ സാറേ? ഈ രവി എങ്ങനെയാ? ഏത് രവിയാ? അല്ല, നിനക്ക് ഏതൊക്കെ രവിയെ കുറിച്ച് അറിയാം? ടിപ്പർ രവിയുടെ കാര്യമായിട്ട് ചോദിച്ചേ. അത് പിന്നെ സാറേ, വേഷം എടുക്കാതെ പറയൂ, അതോ നിന്നെ പിടിച്ച് അകത്തിടണോ? അയ്യോ സാറേ, ഞാൻ പറയാം. ആ അരുൺ സാറിനെയും ആ കൊച്ചിനെയും വണ്ടി ഇടിച്ചത് അയാളാ സാറേ. അതെങ്ങനെ നിനക്കറിയാം? ഒരിക്കൽ അരുൺ സാറും ഭാര്യയും കൂടെ ഈ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അരുൺ സാറിൻ്റെ ഭാര്യയെ കണ്ടപ്പം തൊട്ട് ഇയാൾക്കൊരു ഭ്രാന്താ. അവരറിയാതെ പലപ്പോഴും ഇയാൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അരുൺ സാർ അതിനെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കശപിശ ഉണ്ടാകുകയും ചെയ്തു. ദുഷ്ടനാ സാറേ, എന്ത് ചെയ്യാൻ മടിയില്ലാത്ത. ശരി, വിളിക്കുമ്പോൾ സ്റ്റേഷനോട്ട് വന്നേക്കണം. ശരി സാർ. വണ്ടി എടുക്കണോ? ഇവിടെ കരിങ്കൽ കോറി എവിടെയാ? ഇവിടെ രണ്ടുണ്ട് സാറേ. ആ ടിപ്പർ രവി ജോലി ചെയ്യുന്ന കോറി അതിവിടെ ഞങ്ങൾ ലെഫ്റ്റ് ചെയ്യണം. ഓട്ടെ. സാറേ ദൈവം എന്തോന്നാണ് നീ രവിയെ കണ്ടോടാ? ഇല്ല, എനിക്കറിയില്ല. നീ കണ്ടിട്ടില്ല? അറിയാം, ഞാൻ പറയാം സാറേ, പറയാം. നിന്റെ കിട്ടാൻ ഞാൻ ശരിയാക്കി തരാടാ. കേറാ, നീ അങ്ങോട്ട് കേറാവത്തേക്ക്. എവിടെടാവൻ? സാറേ ആ കട്ടയുണ്ടല്ലോ, കട്ട അടിക്കി വെച്ച് അതിൻ്റെ പുറകിലുണ്ട് സാർ. താഴെ നിൽക്ക്.
ഓടണേ എന്റെ കയ്യുന്ന ഷൺമുഖത്തിന് മേത്ത് കൈ വയ്ക്കുന്ന പോലെയാടി മോനെ. നാട്ടിൽ ഞാൻ അടിച്ചു നടക്ക. നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? ചാവട്ടി നിന്റെ നാട്ടിൽ ഞാൻ ഉരുളാം. കേറ ജീപ്പിലെ കേറ. ഊശം തന്നെ കേട്ടിട്ട്. ആഹാ ഒരുപാട് പോലീസും വണ്ടിയൊക്കെ ഈ ടിപ്പർ രവി കണ്ടിട്ടുള്ളതാ സാറേ. സാറ് കൊണ്ടുപോക്കൂ. പട്ടാപ്പകൽ ഒരുത്തനുമേത്ത് വണ്ടി കയറ്റി വന്നിട്ട് നീ കള്ളന് പോലീസ് കളിക്കാണ്ട പൂറി വണ്ടി എടുക്കണോ? ഒരു വണ്ടി ആക്സിഡൻറ്റിൽ അവൻ മരണപ്പെട്ടു. നിന്നെ രക്ഷിച്ച് നിനക്കൊരു കുഞ്ഞിനെ തന്നിട്ട് അവൻ പോയി. ആ കുഞ്ഞായത് അമ്മ അറിഞ്ഞില്ലട കുട്ട. അമ്മയോട് ക്ഷമിക്കടാ. നിന്റെ അമ്മ ഒരുപാട് ദ്രോഹിച്ചു. എന്റെ മോനൊന്നും അറിയില്ലായിരുന്നു. ക്ഷമിക്കടാ. നിന്റെ പൊന്ന പോലെ ഞാൻ നോക്കിക്കോളാം. നിന്നെയാണല്ലോ നീ ദ്രോഹിച്ചത് ഈശ്വര. എന്റെ പൊന്നെ. അമ്മേ പോണം മാഷേ. നീ എങ്ങോട്ട് പോണു? നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നടന്നു. ഗൗരി അവളുടെ മകനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ശരി മാഷേ, ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. മോളെ എന്താ ഇത്? അവനിതേ പോകാൻ ഇറങ്ങുന്നു. പോകരുതെന്ന് പറ മാഷെ. ഞങ്ങൾക്ക് ആരുമില്ല മാഷെ. പോകരുതെന്ന് പറ. എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് ഞങ്ങളെ സംരക്ഷിച്ചാലല്ലേ. പോകരുതെന്ന് പറ മാഷെ. മാഷേ, ഞാനൊന്ന് ഇറങ്ങുക. നീ പോയാൽ ഇവർക്കാരടാ? അതൊന്നും ശരിയാവില്ല മാഷേ. തന്നെയല്ല, ഞാൻ ഒട്ടും ശരിയാവില്ല.
അച്ഛൻ അങ്ങോട്ട് നോക്കി, ശരിക്കും എൻ്റെ അമ്മ ഒരു മുതലല്ലേ? എടാ തെമ്മാടി, ചെറിയ വായിലാണോ വലിയ വർത്താനം പറയുന്നത്? കാലചക്രങ്ങൾ കടന്നു ഞാൻ തീരത്ത്, വീണ്ടും ആ പ്രണയത്തിനലയടികൾ